ഹലോ മൈ ഗൈസ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത് നമ്മളെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാന്ന്. അങ്ങനെ ഇൻഷുറൻസൊക്കെ അടച്ച് ഞങ്ങൾക്കൊരു ചായ കുടിക്കാൻ വേണ്ടി പോയി. 2 ചായയും 2 ബ്രെഡ് പോക്കറ്റും 2 സമൂസയും നമ്മൾ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് നമ്മൾ ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടി പോവാം. അനിയത്തീൻ്റെ ഹെൽമെറ്റ് എടുത്താണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. സോ ഹെൽമെറ്റ് വാങ്ങാൻ വേണ്ടി പോവാം. അങ്ങനെ ഫറോക്ക് TP ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള നമ്മളെ ഫ്രണ്ടിൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് മെക് സ്റ്റുഡിയോ. ഇവിടെ ബുള്ളറ്റും മറ്റ് ബൈക്കുകളൊക്കെ റിപ്പയർ ചെയ്യും. കുറച്ച് ആക്സസറീസ് കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മളെ കൊണ്ടാട്ടി ഒരു ഹെൽമെറ്റ് ഇട്ട് നോക്കി, രണ്ടാമത്തെ ഹെൽമെറ്റ് ഇട്ട് നോക്കി, മൂന്നാമത്തെ ഹെൽമെറ്റ് ഇട്ട് നോക്കിയപ്പോൾ അത് ഇഷ്ടമായി. പക്ഷേ അതിന് മുന്നിൽ ഗ്ലാസ് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ച്. അങ്ങനെ ഗ്ലാസ് ഉള്ളത് ഈ സെയിം കളറിൽ ഓർഡർ ചെയ്ത്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഷോപ്പിലേക്ക് വരില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ട് രണ്ടാളും നമ്മളെ നേരെ തൊട്ടടുത്തുള്ള ഷവർമ്മ കടയിലേക്ക് കൊണ്ട് മുന്നിലിരിക്കുന്ന 2 ആളാണ് നമ്മളെ ഫ്രണ്ട്. 11 സൽക്കരിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടതാണ്. അങ്ങനെ ഷവർമ്മ വാങ്ങി തന്നിട്ട് എന്തൊക്കെയോ ബളബള പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഷവർമ്മ എല്ലാം കഴിച്ച് നേരെ അവൻ ബില്ല് കൊടുത്ത് അവന് താറ്റ കൊടുത്ത് നമ്മൾ അടുത്ത പരിപാടി പിടിച്ചു. അങ്ങനെ ഇതാണ് നമ്മൾ ഫറോക്ക് പാലത്തിൻ്റെ നൈറ്റ് വ്യൂ. അത് കഴിഞ്ഞ് നമ്മൾ ഫറോക്ക് മണ്ണൂറയിലുള്ള ചിത്ര തിയേറ്ററിലേക്കാണ് സിനിമ കാണാൻ പോകുന്നത്. നമ്മൾ കല്യാണം കഴിഞ്ഞതിലെ ഫസ്റ്റ് മൂവിയാണ് കേട്ടോ. ഒരു ജാതകം എന്നുള്ള ഒരു സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തീരെ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന സിനിമയായിരുന്നു. പക്ഷേ സിനിമ കൊള്ളാം. ഫസ്റ്റ് ഹാഫ് എന്തായാലും അടിപൊളിയായി. ഇൻ്റർവെൽ ആയപ്പോൾ നമ്മളൊരു കോഫി ഒരു ഐസ്ക്രീമും കഴിച്ചു. നമ്മൾ സെക്കൻഡ് ഹാഫിന് കയറി. മനസ്സ് തുറന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഈ പടത്തിന് വരാം. അങ്ങനെ ഫിലിമും കഴിഞ്ഞ് നമ്മൾ അടുത്ത പരിപാടി പിടിച്ച് അറബി മജ്ലിസിൽ കയറി മന്തി ഓർഡർ ചെയ്തു. അപ്പോൾ മന്തി ഓർഡർ ചെയ്ത് നിൽക്കുമ്പോഴാണ് ഒരാൾ പറഞ്ഞത് ഭയങ്കര ദാഹമെന്ന്. അങ്ങനെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് മിൻറ്റ് ലൈമും കുടിച്ച് ദാഹം കെട്ടി നിന്നപ്പോൾ മന്തി വന്നു കഴിഞ്ഞപ്പോൾ മന്തിയും പിടിച്ച് ഹയ്യമ്മ എന്ന് പറഞ്ഞ് ചാടിയും കളിച്ച് സന്തോഷത്തിൽ 2.5 ലിറ്ററിൻ്റെ ഒരു പെപ്സിയും വാങ്ങി കുട്ടീനെ ഒക്കത്ത് വെച്ച് നടക്കുന്ന എൻ്റെ പൊണ്ടാട്ടിൻ്റെ സന്തോഷം കണ്ടില്ലേ. ഇനി മന്തി തിന്നാൽ മതി. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ മന്തിയും ചിക്കനെല്ലാം സെറ്റാക്കി വെച്ച് അങ്ങനെ വീട്ടിൽ ഉപ്പുണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, 2 സിസ്റ്റേഴ്സ് അളീനൊക്കെ ഉണ്ടായിരുന്നു. പൊണ്ടട്ടി അത് അവിടെ കുത്തിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ മന്തി കഴിക്കാൻ തുടങ്ങി. മന്തി അടിപൊളിയാണ്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവരോടും ഗുഡ് ബൈ.